ചാരക്കേസിൽ അന്വേഷണം മലയാളികളിലേക്കും വ്യാപിപ്പിച്ച NIA. പാകിസ്ഥാന് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തിയതായി സംശയം. നാവിക താവളത്തിന്റെ ചിത്രങ്ങളും നാവിക നീക്കങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയതായും സൂചന. കൊച്ചി, വിശാഖപട്ടണം കപ്പൽശാലകളിലെ വിവരങ്ങൾ ചോർത്തിയെന്നും സംശയമുണ്ട്. കൊച്ചി സ്വദേശിയായ PA അഭിലാഷ് അടക്കം 3 പേരെ NIA പിടികൂടിയിരുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. വിശദാംശങ്ങൾ ജിജീഷിലേക്ക് എത്താം. ചാരക്കേസിൽ അന്വേഷണം മലയാളികളിലേക്കും വ്യാപിപ്പിച്ച NIA. പാകിസ്ഥാന് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തിയതായുള്ള സംശയം ഉയരുന്നുണ്ട്. നാവിക താവളത്തിന്റെ ചിത്രങ്ങളും നാവിക നീക്കങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയതായും സൂചന വരുന്നു. കൊച്ചി, വിശാഖപട്ടണം കപ്പൽശാലകളിലെ വിവരങ്ങൾ ചോർത്തിയെന്നും സംശയമുണ്ട്. കൊച്ചി സ്വദേശിയായ PA അഭിലാഷ് അടക്കം 3 പേരെ NIA പിടികൂടിയിരുന്നു. ഹണി ട്രാപ്പ് മുഖേനയാണ് ഇത്തരത്തിൽ മലയാളികളിൽ നിന്നും വിശദാംശങ്ങൾ പാകിസ്ഥാൻ ചോർത്തിയത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ അത് മലയാളികളിലേക്കും ചെന്നെത്തുന്നു എന്നുള്ളതാണ് ഗൗരവതരമായ വസ്തുത. PA അഭിലാഷ് അടക്കം 3 പേർ നിരീക്ഷണത്തിലാകുകയും NIA പിടികൂടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പാകിസ്ഥാന് ചോർത്തി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. രോഹിണി പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ, ഒപ്പം തന്നെ അവിടെ നിന്നുള്ള വിവരങ്ങൾ എല്ലാം തന്നെയാണ് കാലങ്ങളായി പല സമയങ്ങളിലായി ഇവർ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIക്ക് ചോർത്തി നൽകിയത് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർവാർ നാവിക താവളത്തിലെ ഫോട്ടോകൾ, അതിൻ്റെ മറ്റു തന്ത്രപ്രധാന വിവരങ്ങൾ എല്ലാം തന്നെ അവിടെ നിന്ന് ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ 3 അറസ്റ്റുകൾ ദേശീയ അന്വേഷണ ഏജൻസി ഹൈദരാബാദ് യൂണിറ്റ് നടത്തിയിരിക്കുന്നത്. അതിലൊന്ന് കൊച്ചി സ്വദേശി തന്നെയാണ്. മാത്രമല്ല മറ്റു മലയാളികളിലേക്ക് കൂടി ഈ അന്വേഷണം ഇപ്പോൾ NIA ഹൈദരാബാദ് യൂണിറ്റ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കാരണം അഭിലാഷിന്റെ കണ്ണികളായ മാറിയിട്ടുള്ള ആളുകളിൽ കൂടുതൽ ആളുകൾ, മലയാളികൾ ഇത്തരത്തിൽ ഈ ഒരു ചരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാമെന്ന ചില സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനപ്പെട്ട ഈ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മറ്റ് 2 പേർ കൂടി പിടിയിലായിരുന്നു. അവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള ഒരു നടപടികളാണ് NIA പൂർത്തിയാക്കി വരുന്നത്. അത് വേദൻ ലക്ഷ്മൺ ടണ്ടൽ, ഒപ്പം തന്നെ അക്ഷയ് രവി നായിക് എന്നീ 2 പേരാണ് പിടിയിലായിട്ടുള്ളത്. അവരെയും ഹൈദരാബാദിൽ കൊണ്ടുപോയി വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. മറ്റു നടപടികൾ അന്വേഷണ സംഘം പൂർത്തിയാക്കുകയും ചെയ്യുകയാണ്. കാർവാർ നാവിക താവളത്തെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ അത് ISIക്ക് പല ഘട്ടങ്ങളിലായി ചോർത്തി നൽകി. ISI ഇതിനായി ഉപയോഗിച്ച ഒരു തന്ത്രം എന്ന് പറയുന്നത് ഹണി ട്രാപ്പ് ആണ്. ഹണി ട്രാപ്പിലൂടെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ ചോർത്തുക എന്ന ഒരു തന്ത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയായിരുന്നു ISI ഉപയോഗപ്പെടുത്തിയിരുന്നത്. അങ്ങനെ കൃത്യമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ISI ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സ്ത്രീക്ക് പല ഘട്ടങ്ങളിലായി നൽകുകയും ചെയ്തു. മാത്രമല്ല ഒരു നിശ്ചിത തുക ഈ ചാരസംഘടനയിൽ നിന്ന്, ISIയിൽ നിന്ന് ഈ ആളുകൾ കൈപ്പറ്റിയതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 3 മാസത്തോളം ഇത്തരത്തിൽ അവർ ഈ പണം ആദ്യഘട്ടത്തിൽ കൈമാറി, പിന്നീട് ആകെ 5 മാസത്തോളം പണം ഈ വിവരങ്ങൾ ചോർത്തി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നൽകുന്നതിന്റെ പ്രതിഫലമായി, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന്റെ പ്രതിഫലമായി പാകിസ്ഥാൻ ഈ ആളുകൾക്ക് നൽകി എന്ന സൂചനയും ലഭിക്കുന്നു. മാത്രമല്ല ഈ വിശാഖപട്ടണം കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. അഭിലാഷിനെ അടക്കം ചോദ്യം ചെയ്ത് NIA വിട്ടയച്ചിരുന്നതാണ്. അന്ന് പ്രധാനപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഈ അഭിലാഷിനെ വിട്ടയച്ചത്. പിന്നീട് വിശദമായ അന്വേഷണം കാർവാർ കേസുമായി ബന്ധപ്പെട്ട് നടന്നപ്പോഴാണ് അവിടെയും അഭിലാഷിന്റെ ഒരു പങ്കാളിത്തം തെളിയുന്നത്. അങ്ങനെയാണ് അഭിലാഷിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതും പിന്നീട് ചോദ്യം ചെയ്യുന്നതും. ആദ്യഘട്ടത്തിൽ വിട്ടയച്ചു, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു കേസായി പരിഗണിച്ചുകൊണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. 2021 വിശാഖപട്ടണം കപ്പൽശാലയിലെ വിവരങ്ങൾ ചോർത്തിയ സംഭവം ഉണ്ടാവുന്നത്. അത് ആന്ധ്രയിലെ കൗണ്ടർ ഇന്റലിജൻസ് ആയിരുന്നു ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. ആന്ധ്രയിലെ കൗണ്ടർ ഇന്റലിജൻസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റെടുക്കുകയായിരുന്നു. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനവും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളുമെല്ലാം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായതോടുകൂടിയായിരുന്നു ആ ഇന്റലിജൻസിൽ നിന്നും അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കുന്നതും കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ നിരീക്ഷണത്തിലുണ്ട്. ഈ വിവരങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.